എന്താണോ ബീച്ച് കാട്ടിച്ചത്? ഇതൊക്കെ വമ്പൻ പരിപാടികളാണ്. പഠിക്കേണ്ട കാലത്ത് പഠിക്കേണ്ടി, അല്ലാതെ ബീച്ച് കാട്ടിച്ചത് മനസ്സിലാവില്ല. ഹലോ ഗൈസ്, വെൽക്കം ടു മാത്സോ. അപ്പൊ ഇന്ന് ബീച്ചിൽ ചൊരണ്ടേസ് നിന്നോണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഞങ്ങൾക്കൊരു ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ തരാൻ. അപ്പൊ നമ്മള് ബീച്ചിൽ തന്നെ നന്നായിട്ടാണ് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാരും കണ്ടുപോകാം. ക്വസ്റ്റ്യൻ നമ്മളിപ്പോ ചെയ്യാൻ പോണത് ഇത് ഷുവറാ, എന്തായാലും വരും. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാല്, സെൻട്രലിൽ നിന്ന് 5 യൂണിറ്റ് അകലെയിൽ അല്ലെങ്കിൽ ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് ആണ് പി. ഈ പിയിലൂടെ കടന്നു പോകുന്ന ഒരു കോഡാണ് അല്ലെങ്കിൽ ഞാനാണ് എ ബി യുടെ പി എ എന്ന് പറഞ്ഞ ഭാഗം 4ഉം പി ബി എന്ന് പറഞ്ഞ ഭാഗം 6ഉമാണ്. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിന്റെ റേഡിയസ് എത്രയെന്നാണ് ചോദ്യം. അപ്പൊ നമ്മളിത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ ഇതാണ്: പി എ ഇൻറ്റു പി ബി is equal to ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. അതിനാദ്യം പി എ അറിയണം. പി ഏത് എവിടെ? പി എത്ര? ക്വസ്റ്റ്യൻ നോക്കിയത് പി എത്ര? 4. പി ബിയോ 6. സെൻട്രലിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് 5 യൂണിറ്റ്. ഡിസ്റ്റൻസ് കിട്ടി 5. ഇവിടെ റേഡിയസ് ആണ് കാണാനുള്ളത്, ആണോ അല്ലേ? ഇക്വേഷൻ ഇതാണ്. പി എത്രയാടാ? പി എ 4, പി ബി 6, ആർ സ്ക്വയർ 4 ഇൻറ്റു ആർ സിക്വൽ. ആർ സ്ക്വയർ അറിയില്ല, അപ്പൊ 6 അതേപോലെ തന്നെ ഇത് മൈനസ് ഡി. എത്ര? ഡി ക്വസ്റ്റ്യനിലുണ്ട് 5 ആണ്. ഇപ്പൊ ഡി സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 സ്ക്വയർ, ആണോ അല്ലേ? സോ 4 ഇൻറ്റു 6 24 ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ, 5ന്റെ സ്ക്വയർ 25. സോ 24 ഈക്വൽ ടു 25. ആർ സ്ക്വയർ മൈനസ് 25, മൈനസ് 25 അങ്ങോട്ട് തട്ടുക. അപ്പൊ എന്ത് വരും? 24 പ്ലസ് 25 ഈക്വൽ ടു, ഇവിടെ ആര് മാത്രം ഒറ്റക്കാവും? ആർ സ്ക്വയർ മാത്രം ഒറ്റക്കാവും. ദാറ്റ് മീൻസ് 24 പ്ലസ് 25 49. ഇതാണ് ആർ സ്ക്വയർ ഇട്ട. സോ ഇവിടെ ആർ സ്ക്വയർ അല്ല കിട്ടണ്ടേ, 6 ആണ് കിട്ടണ്ടേ. 6 നമ്മൾ എന്താ തട്ടുക? ഇപ്പുറത്തേക്ക് തട്ടുക. അപ്പൊ എന്താ വരിക? ആർ സീക്വൽ സ്ക്വയറിനാട്ടോ. ആർ സീക്വൽ ടു 4 കാണില്ലത് 49ന്റെ സ്ക്വയർ ഇങ്ങോട്ട് വരുമ്പോ റൂട്ട് ഓഫ് 49 എന്ന് വരും. ദാറ്റ് മീൻസ് ആർ സീക്വൽ ടു 49ന്റെ റൂട്ട് 7.